ഹലോ എവരി വൺ. എക്സിടി എക്സാമിനേഷൻ എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യേണ്ടത്, എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെയുള്ള എല്ലാം ഇന്ന് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നതാണ്. വീഡിയോ അവസാനം വരെ കണ്ടിരിക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും എക്സിടി എക്സാമിനേഷന് വേണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആരെങ്കിലും ഇനിയും രജിസ്റ്റർ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കാണാൻ പറ്റും. ലിങ്ക് ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ കറക്റ്റ് വാട്സപ്പ് നമ്പറാണ് കൊടുക്കേണ്ടത്. കാരണം നിങ്ങൾ അവിടെ ഏത് വാട്സപ്പ് നമ്പറാണോ കൊടുക്കുന്നത് ആ നമ്പറിലോട്ടാണ് എക്സാമിനേഷൻ്റെ ലിങ്ക് നമ്മൾ അയച്ചു തരാം. ഓക്കെ. അപ്പോൾ ഇനി നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ കസിൻസോ അവരാരെങ്കിലും രജിസ്റ്റർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ പെട്ടെന്ന് ഈ ഒരു ലിങ്ക് അയച്ചു കൊടുക്കുക. കാരണം എക്സാം വൈ ലേണിംഗിന്റെ 6th മുതൽ 10th വരെയുള്ള ഫൗണ്ടേഷൻ കോഴ്സിലോട്ട് സ്കോളർഷിപ്പോട് കൂടി പഠിക്കാനുള്ള ഒരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റിയാണ് എക്സാം വൈ എൻട്രൻസ് കം സ്കോളർഷിപ്പ് ടെസ്റ്റ് അഥവാ എക്സിടി. ഓക്കെ. അപ്പോൾ ഈ ഒരു എക്സിടി എക്സാമിനേഷനുള്ള ലിങ്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എക്സാമിനേഷൻ്റെ സമയമാകുമ്പോൾ നിങ്ങളുടെ വാട്സപ്പ് നമ്പറിലോട്ട് അയച്ചു തരും. ബിഫോർ ദാറ്റ് അത് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഇൻ കേസ് ഓൾറെഡി നിങ്ങൾ എക്സാം വൈ ലേണിംഗിൻ്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് അതിൽ ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ലോഗ് ഔട്ട് ചെയ്തതിന് ശേഷം വേണം ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യാൻ. നിങ്ങൾ എന്തെങ്കിലും പർപ്പസിനോ അല്ലെങ്കിൽ എന്തെങ്കിലും റിസോഴ്സസിനൊക്കെ വേണ്ടിയിട്ട് ഓൾറെഡി ലോഗിൻ ചെയ്ത് കിടക്കുന്നുണ്ടെങ്കിൽ ലോഗ് ഔട്ട് ചെയ്യുക ആപ്പിൽ നിന്ന്, എന്നിട്ട് വേണം ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ വർക്ക് ചെയ്യില്ല. ഓക്കെ. ഇനി നിങ്ങൾ ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്ന പോലത്തെ ഒരു സ്ക്രീൻ വരും. അത് നിങ്ങൾക്ക് ലാപ്ടോപ്പിൽ ചെയ്യാം, അല്ലെങ്കിൽ ടാബ്ലറ്റിൽ ചെയ്യാം, കമ്പ്യൂട്ടറിൽ ചെയ്യാം, അല്ലെങ്കിൽ മൊബൈൽ ഫോൺ വേണമെങ്കിൽ മൊബൈൽ ഫോണിലും ചെയ്യാം. പക്ഷേ മൊബൈൽ ഫോൺ നമ്മൾ പ്രിഫർ ചെയ്യാത്തത് എന്താ ചോദിച്ചാൽ ഒരു ഓൺലൈൻ എക്സാമിനേഷൻ കുറച്ചും കൂടെ ബെറ്റർ ആവുന്നത് ഒരു വലിയ സ്ക്രീനും കാര്യങ്ങളൊക്കെ കാണുമ്പോഴാണ്. അതുപോലെ തന്നെ എല്ലാ ഫംഗ്ഷൻസും പ്രോപ്പറായിട്ട് ലാപ്ടോപ്പിലും കമ്പ്യൂട്ടേഴ്സിലൊക്കെ വർക്ക് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ ടാബ്ലറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇല്ലാത്തവർക്ക് മൊബൈലിലും യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. സെയിം കാര്യങ്ങളെല്ലാം അതിലുണ്ടായിരിക്കും. ഓക്കെ. ഇനി നിങ്ങൾ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു സ്ക്രീൻ വരും. ഇത് ആക്ച്വലി ഞാൻ 9th ഒരു സാമ്പിളാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ ക്ലാസ് 9 എന്നുള്ളതും കാണാൻ പറ്റുന്നത്. നിങ്ങൾ ഏത് ക്ലാസ് ആണോ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ ആ റെസ്പെക്റ്റീവ് ക്ലാസിൻ്റെ ലിങ്കാണ് നിങ്ങൾക്ക് വരുന്നുണ്ടാവും. ഓക്കെ. എന്നിട്ട് അതിൻ്റെ സൈഡിൽ സ്റ്റാർട്ട് എക്സാം ഉണ്ടാവും. സോ സ്റ്റാർട്ട് എക്സാം ക്ലിക്ക് ചെയ്യുക. സ്റ്റാർട്ട് എക്സാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വിൻഡോയിലോട്ട് പോകും. അവിടെയാണ് നിങ്ങളുടെ നെയിം, ഇമെയിൽ ഐ ഡി, മൊബൈൽ നമ്പർ കാര്യങ്ങൾ കൊടുക്കാനുള്ളത്. ഞാൻ ജസ്റ്റ് റാൻഡമായിട്ട് എൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാം. നിങ്ങളുടെ ഡീറ്റെയിൽസ് എന്താണോ അത് പ്രോപ്പറായിട്ട് അവിടെ കൊടുക്കണം. കാരണം വൺസ് ആണ് നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റുക. അപ്പോൾ പ്രോപ്പറായിട്ട് ശ്രദ്ധിച്ചിട്ട് തന്നെ ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുക്കുക. ഓക്കെ. ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാം. ഓക്കെ. ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ തൊട്ട് താഴെ നിങ്ങൾക്ക് സ്റ്റാർട്ട് എക്സാം എന്നുള്ളൊരു ഐക്കൺ ഉണ്ടാവും. ആ സ്റ്റാർട്ട് എക്സാം ക്ലിക്ക് ചെയ്യാം. സ്റ്റാർട്ട് എക്സാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവുക ഇൻസ്ട്രക്ഷൻസ് ആണ്, എക്സാമിനേഷൻസിൻ്റെ ഇൻസ്ട്രക്ഷൻസ്. ആ ഇൻസ്ട്രക്ഷൻസ് പ്രോപ്പറായിട്ട് ടൈം എടുത്തിട്ട് തന്നെ നിങ്ങളെല്ലാം നോക്കണം. ഓക്കെ. നിങ്ങളുടെ ഏത് ക്ലാസ് ആണോ ആ ക്ലാസ്സിന് റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് അവിടെ ഉണ്ടാവും. ഇപ്പോൾ ഇവിടെ ജസ്റ്റ് കൊടുത്തിട്ടുണ്ട് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്, ഓരോ സബ്ജക്റ്റിൽ നിന്നും എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരിക്കുക, എക്സാം ഡ്യൂറേഷൻ കൊടുത്തിട്ടുണ്ട്, കറക്റ്റ് ആൻസേഴ്സിന് 4 മാർക്സ് ആണ്, റോങ് ആൻസറിന് -1 മാർക്സ് ആണ്. ഇങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അവിടെ ഉണ്ട്. പിന്നെ പറയുന്ന ഒരു 4-5 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റേബിൾ ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടാവണം. പല ആളുകളും മൊബൈൽ ഡാറ്റ ഒക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ചില സ്ഥലങ്ങളിൽ നെറ്റ്വർക്ക് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ എക്സാമിനെ അത് ബാധിക്കും. അതുകൊണ്ട് തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഇന്റർനെറ്റ്, നിങ്ങൾക്ക് വൈഫൈ കണക്ഷൻ ഉണ്ടെങ്കിൽ അതാണ് ബെറ്റർ. വൈഫൈ കണക്ഷൻ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഇന്റർനെറ്റ് ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അത് ഏത് ഓൺലൈൻ എക്സാം ആണെങ്കിലും മസ്റ്റ് ആണ്. അടുത്തൊരു കാര്യം, നിങ്ങൾ യൂസ് ചെയ്യുന്ന ഡിവൈസ് ലാപ്ടോപ്പ് ആവാം, കമ്പ്യൂട്ടർ ആവാം, ടാബ്ലറ്റ്, മൊബൈൽ ഫോൺ ഏതോ ആയിക്കോട്ടെ, ഡിവൈസ് പ്രോപ്പർ കണ്ടീഷനിലാണ്, പ്രോപ്പറായിട്ട് ചാർജ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം എൻഷുർ ചെയ്യുക. എക്സാമിനേഷൻസിൻ്റെ ഇൻബിറ്റ്വീന് എന്തെങ്കിലും ഡിസ്ട്രപ്ഷൻസ് വന്നു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ എക്സാമിനെ എഫക്ട്. ഓക്കെ. അടുത്തത് നിങ്ങൾ ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്നതാണ് പ്രിഫർ ചെയ്യുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി എക്സാമിന് അതാണ് ബെറ്റർ. അല്ലെങ്കിൽ നിങ്ങൾക്ക് മൊബൈൽ ഫോൺ യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ഓക്കെ. അതുപോലെ തന്നെ നിങ്ങൾ എക്സാമിനേഷൻസിൻ്റെ ഇൻബിറ്റ്വീന് ടാബുകൾ സ്വിച്ച് ചെയ്യുക, അല്ലെങ്കിൽ വേറെ വിൻഡോയിലോട്ട് പോവുക, മറ്റു കാര്യങ്ങൾ ടൈപ്പ് ചെയ്യാൻ ട്രൈ ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് ഒരു മാൽ പ്രാക്ടീസസ് ആയിട്ടാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുക. അത് ഡിവൈസ് അങ്ങനെയാണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ എക്സാം എൻഡ് ആകും. കാരണം ഈ ഒരു എക്സാമിനേഷന് നിങ്ങൾ ആ ഒരു സ്ക്രീൻ മാത്രമേ യൂസ് ചെയ്യേണ്ടതായിട്ടുള്ളൂ. നിങ്ങൾക്ക് വേറെ എങ്ങോട്ട് പോകേണ്ട. മൊബൈൽ ഫോണിലാണെങ്കിൽ ജസ്റ്റ് ഓപ്ഷൻസ് ടച്ച് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടേഴ്സിലാണെങ്കിൽ മൗസ് ഉപയോഗിച്ചിട്ട് ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. നിങ്ങൾ വേറെ ഒരു കീബോർഡിലുള്ള മറ്റ് കീസോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യം അവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളോട് പോകരുത്. ടാബ് സ്വിച്ച് ചെയ്യാനോ സ്ക്രീൻ സ്വിച്ച് ചെയ്യാനോ ഒന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്. അതെല്ലാം എക്സാം അവിടെ സ്റ്റോപ്പ് ആവാനുള്ള റീസൺ ആയിട്ട് വരും. മാത്രമല്ല, എക്സാം വൺസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻഡ് ചെയ്യുന്നവരെ സിംഗിൾ ഗോൾ വേണം എക്സാം അറ്റൻഡ് ചെയ്യാൻ. കുറച്ച് നേരം അറ്റൻഡ് ചെയ്തിട്ട് പിന്നെ മറ്റ് പരിപാടികൾക്കൊന്നും പോകരുത്. കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്തതിന് ശേഷം മാത്രം പോവാം. ഓക്കെ. അപ്പോൾ ഇൻസ്ട്രക്ഷൻസ് കൃത്യമായിട്ട് വായിക്കുക നമ്മളൊരു എക്സാം അറ്റൻഡ് ചെയ്യുന്നതിൻ്റെ മുന്നോടിയായിട്ട്. അത് കഴിഞ്ഞാൽ അതിന് താഴെ ഐ ആം റെഡി ടു ബിഗിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിങ്ക് കാണാൻ, ഒരു ടാബ് കാണാൻ പറ്റും, ഒരു ഐക്കൺ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സാമിനേഷനോട് നിങ്ങൾക്ക് എൻ്റർ ചെയ്യാം.
അപ്പോൾ എക്സാമിനേഷനിലോട്ട് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് ആണ്. നിങ്ങൾ മൊബൈലിലാണെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ ഒറ്റ സ്ക്രീനിൽ വരില്ല. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് മാത്രമാണ് വരിക. പിന്നെ ഈ സൈഡിൽ കാണുന്ന പോലത്തെ ഈ ഒരു ക്വസ്റ്റ്യൻസിൻ്റെ ഏതൊക്കെ അറ്റൻഡ് ചെയ്തു, ഏതൊക്കെ അറ്റൻഡ് ചെയ്തില്ല തുടങ്ങിയ കാര്യങ്ങളാണെങ്കിൽ അത് മറ്റ് സൈഡിലായിട്ടാണ് വരിക, വേറെ ടാബായിട്ടാണ് വരിക. അത് മൊബൈൽ ഫോണിൽ. ഇനി ലാപ്ടോപ്പോ ടാബ്ലറ്റോ കമ്പ്യൂട്ടറൊക്കെ ആണെങ്കിൽ എല്ലാം ഒരൊറ്റ സ്ക്രീനിൽ വരും, കാരണം വലിയ സ്ക്രീൻ ആയതുകൊണ്ട്. ഇതിൻ്റെ അകത്ത് തന്നെ മുകളിൽ മെൻ്റൽ എബിലിറ്റി ഉണ്ട്, പിന്നെ ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ബയോളജി ഉണ്ട്, മാത്തമാറ്റിക്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിലോട്ട് പോകണമെങ്കിൽ ആ സബ്ജക്റ്റുകൾ സെപ്പറേറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സബ്ജക്റ്റുകളിലോട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റും. ഇപ്പോൾ ഞാൻ മെൻ്റൽ എബിലിറ്റി ക്ലിക്ക് ചെയ്തു. മെൻ്റൽ എബിലിറ്റിയുടെ ക്വസ്റ്റ്യൻ അവിടെയുണ്ട്. അതിൻ്റെ താഴെ 4 ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. എനിക്ക് എന്ത് ചെയ്യാം, കറക്റ്റ് ഓപ്ഷൻ ഏത് ഓപ്ഷനാണോ അത് ഞാൻ ക്ലിക്ക് ചെയ്യാം. ജസ്റ്റ് റാൻഡം ആയിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. എന്നിട്ട് നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോകണമെങ്കിൽ നിങ്ങൾക്ക് 2 രീതിയിൽ പോകാം. ഒന്നെങ്കിൽ ഇവിടെ താഴെ സേവ് ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ഐക്കൺ നിങ്ങൾക്ക് കാണാൻ പറ്റും. താഴെ ആ സേവ് ആൻഡ് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഏതെങ്കിലും പെർട്ടിക്കുലർ ക്വസ്റ്റിലോട്ട് പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഞാൻ ജസ്റ്റ് എന്നെ ഒന്ന് പിടിച്ച് സൈഡിലോട്ട് വെക്കാം. ഓക്കെ, ഇപ്പോൾ ഞാൻ മാറ്റിയപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എന്ത് ഡിഫറൻ്റ് ആയിട്ടുള്ള നമ്പേഴ്സ് ഓൾറെഡി ഇവിടെ കാണാൻ പറ്റും അല്ലേ. ആ നമ്പേഴ്സ് ഡയറക്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഡയറക്റ്റ് ക്വസ്റ്റിലോട്ട് പോകാൻ പറ്റും. കുഴപ്പമൊന്നുമില്ല. റെഡി അല്ലേ? അങ്ങനെ ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇവിടെ കുറച്ച് കളേഴ്സ് കാണാൻ പറ്റും. നിങ്ങൾ ഗ്രീൻ കളറിലാണ് ആ ക്വസ്റ്റ്യൻ നമ്പർ വരുന്നതെങ്കിൽ അത് നിങ്ങൾ ആൻസർ ചെയ്തതാണ്. റെഡിലാണെങ്കിൽ അത് നിങ്ങൾ ആൻസർ ചെയ്തിട്ടില്ല. ഇനി അതൊരു ബ്ലൂ കളറിൽ, ഒരു വയലറ്റ് കളറിലാണ് വരുന്നതെങ്കിൽ അത് വയലറ്റ് 2 രീതിയിൽ വരാം. വയലറ്റ് മാത്രമായിട്ട് വരികയാണെങ്കിൽ അത് മാർക്ക്ഡ് ആണ്, നിങ്ങൾ പിന്നീട് റിവ്യൂ ചെയ്യാൻ വേണ്ടി മാർക്ക് ചെയ്ത രീതിയിലാണ്. ആ വയലറ്റിൻ്റെ താഴെ തന്നെ ഒരു ഗ്രീൻ കളർ ഐക്കണും കൂടി വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, അത് ആൻസർ ചെയ്തിട്ടുണ്ട്, ഇപ്പം എന്നിട്ട് മാർക്ക് ചെയ്തതാണ്. ആൻസർ ചെയ്തിട്ടുണ്ട്, പക്ഷെ പിന്നീട് അവസാനം ഒന്നും കൂടെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്തതാണെങ്കിൽ എന്ത് ചെയ്യും, ആ വയലറ്റിന്റെ താഴെ ആ ഒരു ഗ്രീൻ കളർ കൂടി വരും. ഇനി അല്ല ജസ്റ്റ് ആ ഗ്രേ കളറിൽ അല്ലെങ്കിൽ ആ വൈറ്റ് കളറിൽ തന്നെയാണ് ഉള്ളതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, ആ ക്വസ്റ്റ്യൻ വിസിറ്റ് ചെയ്തിട്ട് പോലും ഇല്ല. അതാണ് അതിന്റെ മീനിങ്. അപ്പോൾ ഇവിടെയുള്ള ഈ ഒരു ഐക്കണ്, ഇവിടെയുള്ള ഈ ഒരു സംഭവം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ക്വസ്റ്റ്യൻ നമ്പേഴ്സിന്റെ ഈ ഒരു സംഭവം നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഏതൊക്കെ ആൻസർ ചെയ്തു, ആൻസർ ചെയ്തിട്ടില്ല, അതുപോലെ തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. റെഡി അല്ലേ? ഓക്കെ, ഫൈൻ. സോ ഇനി ഇവിടെ താഴെ 2 ഓപ്ഷൻസും കൂടി ഉണ്ട്, ക്ലിയർ റെസ്പോൺസ് അതുപോലെ തന്നെ മാർക്ക് ഫോർ റിവ്യൂ ആൻഡ് നെക്സ്റ്റ്. ഈ 2 ഓപ്ഷൻസും കൂടി ഉണ്ട്. അപ്പോൾ ക്ലിയർ റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺസ് മാർക്ക് ചെയ്ത് കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു റെസ്പോൺസ് വേണ്ട, എല്ലാം ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ, അതായത് നെഗറ്റീവ് മാർക്ക് ഉണ്ട് റോങ് ആൻസേഴ്സിന്, അപ്പോൾ എല്ലാം ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ റെസ്പോൺസ് കൊടുക്കാം. അതുപോലെ മാർക്ക് ഫോർ റിവ്യൂ ആൻഡ് നെക്സ്റ്റ് എന്നുള്ളത് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ അവസാനം ഒന്നും കൂടെ വായിച്ച് നോക്കണം എന്നുണ്ടെങ്കിൽ മാർക്ക് ഫോർ റിവ്യൂ ആൻഡ് നെക്സ്റ്റ് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങളൊരു ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്തു, ആ ആൻസർ കറക്റ്റ് ആണോ അല്ലേ എന്നുള്ളത് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട്, അതൊന്നും കൂടി അവസാനം നോക്കണം എന്നുണ്ടെങ്കിലൊക്കെ എന്ത് ചെയ്യാം, മാർക്ക് ഫോർ റിവ്യൂ ആൻഡ് നെക്സ്റ്റ് കൊടുക്കാം. ഇനി ഇവിടെയുള്ള സബ്മിറ്റ് എക്സാം എന്ന് പറയുന്ന കാര്യം നിങ്ങൾ ലാസ്റ്റ് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. ഓക്കെ, ഈ താഴെ കാണുന്ന നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവും. യെസ്, ഈ സബ്മിറ്റ് എക്സാം എന്ന് പറയുന്ന കാര്യം നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ലാസ്റ്റ് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. കാരണം സബ്മിറ്റ് എക്സാം എന്ന് പറഞ്ഞാൽ എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്ത് നിങ്ങൾ ഫൈനലി എക്സാം സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. അല്ലാതെ ഓരോ ക്വസ്റ്റ്യൻ കഴിഞ്ഞതിന് ശേഷമുള്ളതല്ല. നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോകാൻ നിങ്ങൾക്ക് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ നമ്പറിലോട്ട് സെലക്ട് ചെയ്യാം. ഇനി പല സബ്ജക്റ്റുകളോട്ട് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്, മെന്റൽ എബിലിറ്റി, ഇങ്ങനെ പലതിലോട്ട് പോകണമെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലോട്ട് ഡയറക്റ്റ് ആയിട്ട് പോകണമെങ്കിൽ അങ്ങനെയും പോകാം. അപ്പോൾ എല്ലാ ക്വസ്റ്റിനും ആൻസർ ചെയ്തു എന്നുള്ളത് ഉറപ്പ് വരുത്തണം. അങ്ങനെ നിങ്ങൾ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സബ്മിറ്റ് എക്സാം എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. സോ സബ്മിറ്റ് എക്സാം എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു നോട്ടിഫിക്കേഷൻ അവിടെ വരും. ഓക്കെ, ഇപ്പോൾ വന്നതുപോലത്തെ നോട്ടിഫിക്കേഷൻ അവിടെ വരും. അവിടെ ചോദിക്കുന്നുണ്ട്, ഡു യു വാണ്ട് ടു എൻഡ് ദ എക്സാം, അത് നിങ്ങൾ ബൈ മിസ്റ്റേക്ക് കൈ തട്ടിയതാണോ, റിയലി എൻഡ് ചെയ്യണോ എന്ന് ചോദിക്കുന്നുണ്ടാവും. സോ കറക്റ്റായിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്യാൻ തന്നെയാണ് ഉദ്ദേശമെങ്കിൽ എൻഡ് എക്സാം കൊടുക്കുക. ബൈ മിസ്റ്റേക്ക് ആണ് കൈ തട്ടിയെങ്കിൽ ക്യാൻസൽ കൊടുക്കാൻ പറ്റും. സോ എൻഡ് എക്സാം എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വിൻഡോയിലോട്ട് നമ്മൾ പോകും. സോ നെക്സ്റ്റ് വിൻഡോയിലോട്ട് പറയുന്നുണ്ട്, യുവർ എക്സാം ഹാസ് ബീൻ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി. നിങ്ങളുടെ എക്സാം എന്തായി, അവിടെ സബ്മിറ്റ് ചെയ്തു. പരിപാടി കഴിഞ്ഞു അല്ലേ, സിമ്പിളാണ് കാര്യം, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, പ്രോപ്പർ ആയിട്ടുള്ള ടൈമിൻ്റെ അകത്ത് തന്നെ നിങ്ങളെല്ലാം മാനേജ് ചെയ്യുക എന്നുള്ളതും, എല്ലാ ക്വസ്റ്റ്യൻസിലും മാക്സിമം ക്വസ്റ്റ്യൻസ് കറക്റ്റായിട്ട് ആൻസർ ചെയ്യുക എന്നുള്ളതുമാണ്. പിന്നെ അതിൻ്റെ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ അത് മൊബൈൽ ഫോണിലാണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ടാബ് ആയിട്ടാണ് വരിക. കാരണം നിങ്ങൾക്ക് മൊബൈൽ ഫോണിൽ എല്ലാം കൂടെ ഒരൊറ്റ സ്ക്രീനിൽ കാണിക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ ടാബ്ലറ്റോ ആണെങ്കിൽ ഞാനിപ്പോൾ കാണിച്ചതുപോലെ ഒരു സിംഗിൾ വിൻഡോയിൽ എന്ത് ചെയ്യാൻ പറ്റും, എല്ലാ കാര്യങ്ങളും കാണാൻ പറ്റും. ഏതൊക്കെ ആൻസർ ചെയ്തു, ആൻസർ ചെയ്തിട്ടില്ല എന്നുള്ള കളേഴ്സിലുള്ള ക്വസ്റ്റ്യൻ നമ്പേഴ്സും അത് മൊബൈൽ ഫോണിൽ അത്ര എല്ലാം ഒരു സ്ക്രീനിൽ കാണാൻ പറ്റില്ല എന്നുള്ളൊരു ഡിഫറൻസേ ഉള്ളൂ. പക്ഷേ എക്സാംസ് എല്ലാം അറ്റൻഡ് ചെയ്യാം, സെയിം കാര്യം തന്നെയാണ് മൊബൈലിലാണെങ്കിലും. റെഡി അല്ലേ? അപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യേണ്ടത്. പ്രൊസീജിയർ വളരെ സിമ്പിൾ ആണ്. ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, നിങ്ങൾ ഓൾറെഡി എക്സാം വൈ ലേണിംഗിൻ്റെ ആപ്പ് ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ലോഗ് ഔട്ട് ചെയ്യുക. എന്നിട്ട് എക്സാമിനേഷൻ നമ്മൾ അയച്ചു തന്നിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, ഇൻസ്ട്രക്ഷൻസ് പ്രോപ്പറായിട്ട് റീഡ് ചെയ്യുക. അതിൽ നിങ്ങൾ കൊടുക്കുന്ന നെയിം, മെയിൽ ID, മൊബൈൽ നമ്പേഴ്സ് കറക്റ്റായിട്ട് കൊടുക്കുക. എക്സാംസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ആ ടൈമിനകത്ത് തന്നെ വേറെ ഡിസ്ട്രപ്ഷൻസ് ഒന്നും ഇല്ലാതെ പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്യുക. മറ്റ് മാൽ പ്രാക്ടീസസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എക്സാം എൻഡ് ആകും. ഓക്കെ, സോ ഇത് എക്സാം ഓവർ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, കംപ്ലീറ്റ് ആയിട്ട്
റെഡി അല്ലേ? അപ്പോൾ ഇത്രയുമാണ് ഇതിലുള്ളത്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സാമിനേഷൻ പ്രോപ്പറായിട്ട് തന്നെ എല്ലാം ഫോളോ ചെയ്യാൻ പറ്റും. വേറെ കുഴപ്പങ്ങളൊന്നും. ഇനി ആരെങ്കിലും രജിസ്റ്റർ ചെയ്യാൻ ബാക്കി ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക. നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ടാവും. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം പെട്ടെന്ന്. ഓക്കെ, താങ്ക് യു.